സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദേവൻ മുത്തശ്ശിയോട് പറയണേണ്, ദേ അമ്മക്ക് വേണമെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാം, ആർക്ക് വേണോണ്ടോ നിൻ്റെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം, വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എന്നാണെങ്കിലും ഇത്ര നാൾ ഞങ്ങൾ എല്ലാവരെയും മുഴുവനെ നിർത്താൻ അമ്മ നോക്കിയില്ലേ, ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന്. ഇനി ഇതിൻ്റെ പേരിൽ പ്രതിഷേധിക്കാനായിട്ട് ജനലൊന്നും അടച്ചിടാൻ നിൽക്കേണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയൊക്കെയുള്ളൂ. യശോദേ താനെന്തെങ്കിലും തന്നെ ഇതാ വേണമെങ്കിൽ കഴിക്ക് എന്നും പറഞ്ഞ് അതവിടെ വെച്ചിട്ട് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് വന്നെ, മുത്തശ്ശി എന്ത് ചെയ്യും, അച്ഛനും അമ്മയും ഇങ്ങനൊരു പണി തരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ, 2 ഫോണും ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി, നമ്മളിനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും മുത്തശ്ശി? അത് തന്നെയാണ് മോളെ ഞാനും ഓർക്കുന്നത്, ഞാനും അവർ രണ്ടാളും കൂടി ഇങ്ങനൊരു പണി തരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മുത്തശ്ശി ഭക്ഷണം കിട്ടിയില്ലേ, നമുക്കത് കഴിച്ചാലോ? ആർക്ക് വേണം ചപ്പാത്തി? അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ലെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ടേബിളിൽ കൊണ്ടുപോയി വെക്കുവാണ്. എന്നിട്ട് കട്ടിലിൽ വന്നിരിക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ആ ചപ്പാത്തി കണ്ടിട്ട് കഴിക്കണമൊന്നും ഉണ്ട് കേട്ടോ. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, മുത്തശ്ശി എനിക്ക് നല്ല വിശക്കുന്നു, വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് 2 ചപ്പാത്തി ഞാൻ എടുത്ത് കഴിച്ചോട്ടെ, ബാക്കി അവിടെ തന്നെ പൊതിഞ്ഞു വെക്കാം, അപ്പം നമ്മൾ കഴിച്ചില്ലെന്ന് അവർ വിചാരിച്ചോളും. പ്ലീസ് മുത്തശ്ശി. ഓ എന്തൊരു ശല്യം ഇത്, എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്. അങ്ങനെ പ്രിയങ്ക അതിൽ നിന്ന് 2 ചപ്പാത്തി എടുത്തിട്ട് ബാക്കി ഇവിടെ പൊതിഞ്ഞു വെക്കാൻ തുടങ്ങുക. അത് കാണുന്നത് മുത്തശ്ശി പറയണേ, അല്ല അതെന്തിനാ പൊതിഞ്ഞു വെക്കുന്നത്, അപ്പം ഞാനിവിടെ ഗ്യാസ് കയറി ചത്തോട്ടേന്നോ, അതിങ്ങോട്ട് എടുത്തോണ്ട് പോവാം. അങ്ങനെ അവർ രണ്ടാളും കൂടി ആ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുവാണ്. ഈ സമയം പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി അച്ഛനും അമ്മയും നമ്മൾ തുറന്നു വിടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റൂമിൽ തന്നെ കിടക്കേണ്ടി വരുമോ? അധിക നേരമൊന്നും അവർക്ക് നമ്മളെ പൂട്ടിയിടാനൊന്നും പറ്റില്ലെന്നേ. ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളൊക്കെ ഇല്ലേ, അതിനു വേണ്ടി എന്താണെങ്കിലും അവർ തുറന്നു തരുമല്ലോ, ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, നീ ഇരുന്ന് കഴിക്കും. പിന്നീട് കാണിക്കുന്നത് രാത്രി അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു വരുന്ന രാധികനെയാണ്. ഈ സമയം വരണാണെങ്കിൽ പുതപ്പ് മൂടി കിടന്നുറങ്ങുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് രാധിക വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. പാവം ഇത്രയും പെട്ടെന്ന് ഉറങ്ങിയോ? ഈ സമയം വരുൺ എണീറ്റിട്ട് പറയണേ, അതിന് ആര് പറഞ്ഞു ഉറങ്ങിയെന്ന്, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. എന്തു പറ്റി വരുൺ, ആകെ ഡിസ്റ്റർബ്ഡാണല്ലോ, ഇന്ന് നടന്ന സംഭവങ്ങളും നാട്ടുകാരതെല്ലാം കയ്യോങ്ങിയ കാര്യവും അതെല്ലാം വരുണിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടാകുമല്ലേ, അതുകൊണ്ടാണോ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നത്? ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി അവരുടെയൊക്കെ മുമ്പിൽ വാദിച്ചില്ലേ, ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യ നടത്തുന്ന ആ വാദങ്ങൾ, തൻ്റെ ആ പെർഫോമൻസ്, അതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. അതിൽ കൂടുതൽ എനിക്ക് എന്താണോ വേണ്ടത്? എന്നിട്ടും വരുണിൻ്റെ മുഖത്തൊരു തെളിച്ചയില്ലല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ചിരിക്കണോ? അങ്ങനെ എന്നെ കാണിക്കാൻ വേണ്ടി ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രം അത് പുറത്ത് കാണിച്ചാൽ മതി. മനസ്സിൽ പല കാര്യങ്ങളും ഓർത്തുള്ള ടെൻഷനും പ്രഷറും ഒക്കെ ഉണ്ടല്ലോ, അത് കാരണം എൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടെങ്കിലും അതങ്ങ് പുറത്തേക്ക് വരാത്തത്. ഒരു കാര്യം ചെയ്യും, എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് താനെന്തെങ്കിലും ചെയ്യും. ഞാനെന്ത് ചെയ്യാനാ? എന്നാൽ പിന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി അടുക്കളയിൽ പോയി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലോ? അതൊന്നും വേണ്ട, ഇപ്പം അതിനുള്ള മൂടൊന്നുമില്ല. പിന്നെ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യുക? എനിക്ക് സാധാരണ സങ്കടം വന്നിരിക്കുമ്പോൾ സന്തോഷം തോന്നാനായിട്ട് അച്ഛനമ്മയെ വിളിക്കുകയോ അല്ലെങ്കിൽ ഫിതാമ്മ വിളിക്കുകയോ ചെയ്യാറ്. അവർ വിളിച്ചാലോ? വേണ്ട വേണ്ട, ഈ രാത്രിയിൽ അവരെയൊന്നും വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട വരൻ പറ. താനേ ഒരു പാട്ട് പാടുത്താ. പാട്ട് പാടാനോ? പിന്നല്ലാതെ, പാട്ടുകാരിയോട് പാട്ട് പാടാനല്ലാതെ തെങ്ങിക്കയറി തേഞ്ഞിടാൻ പറയാൻ പറ്റുമോ? അയ്യോ അല്ല വരുൺ, ഇപ്പോൾ വേണോ? പാടിക്കഴിഞ്ഞാൽ എല്ലാവരും അത് കേൾക്കില്ലേ? താനെന്താ ആർക്കും കേൾക്കാൻ പറ്റാത്ത പാട്ടൊന്നും അല്ലല്ലോ പാടുന്നത്. അയ്യോ എന്നാലും വരുൺ ഇപ്പോൾ വേണ്ട, നാളെ രാവിലെ ഞാൻ പാടിത്തരാം. എന്നാൽ ശരി, താൻ എന്താണെന്ന് വെച്ച് ചെയ്, പക്ഷേ അതുവരെ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അയ്യോ അത് പറ്റില്ല, എന്നാൽ താനിപ്പോൾ പാടണം. ശരി. ഈ കുട്ടിയുടെ മുഖത്ത് സന്തോഷം വരാൻ എന്ത് താരാട്ട് പാട്ടാണ് ഞാൻ പാടുക? ഈ പാട്ട് പാടാം എന്നും പറഞ്ഞ് രാധിക ഒരു പാട്ടൊക്കെ പാടുവാണ് കേട്ടോ. അങ്ങനെ ആ പാട്ട് കേട്ട് രാധികയെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം റൊമാൻറ്റിക് ആയിട്ടുള്ള സമയമൊക്കെ ചിലവഴിക്കുകയാണ് വരുണൻ രാധികയൊക്കെ. അങ്ങനെ പാട്ട് പാടി പാടി അവസാനം വരുൺ രാധികയുടെ മടിയിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുവാണ് കേട്ടോ. ഈ സമയം തൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന വരുണിനെ നോക്കിക്കൊണ്ട് രാധിക പറയണേ, പാവം വരുൺ ഒത്തിരി സഹിക്കുന്നുണ്ട്, ഞാൻ കാരണം വരുണും കുടുംബം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും വരുണിൻ്റെ മനസ്സിൽ മുഴുവൻ എന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഭഗവാനെ, എനിക്ക് വരുണിനെ പോലെ ഇത്ര നല്ലൊരു ഭർത്താവിന് തന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുവാണ്. ഇനി ഒരിക്കലും എൻ്റെ വരുൺ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാനോ വരുൺ മറ്റുള്ളവർക്ക് മുമ്പിൽ വിഷമിക്കാനോ ഒരവസരം ഉണ്ടാക്കരുത്, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇന്ന് ഞാൻ എൻ്റെ വരുണിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക സന്തോഷത്തോടെ വരുണിനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ കൽപ്പന ഉർവശിനെ താഴത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ്. ഈ സമയം ഉർവശി ചോദിക്കണേ, നീ ഇതിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എനിക്കറിയില്ല, താഴെ എല്ലാവരും ഇരിപ്പുണ്ട്, അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ അവർ താഴത്തേക്ക് എത്തുമ്പോൾ താഴെയാണെങ്കിൽ വരുണും മുത്തശ്ശിയും പത്മിനിയും രാധികയൊക്കെ ഉണ്ടാകും കേട്ടോ. ഈ സമയം മുത്തശ്ശി ഉർവശിയോട് ചോദിക്കണേ, അല്ല ഉർവശി, നിൻ്റെ മോനെങ്ങാനും നിന്നെ വിളിച്ചിരുന്നോ? ഇല്ലമ്മേ, അവൻ എന്നെ ഇപ്പോൾ വിളിക്കാറേ ഇല്ലല്ലോ.
ഇന്നലെ നിൻ്റെ മകൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ? ഇന്നലെ രാത്രി നാട്ടുകാരെ വിളിച്ചു കൂട്ടി അവർക്ക് മുമ്പിൽ വരുണിനെ അപമാനിച്ച് അവനെ തല്ലാൻ വരെ അവരെ കൊണ്ട് കൈയോങ്ങിക്കിച്ചു. അതൊക്കെ നീയും കൂടി അറിഞ്ഞിട്ടാണോ? എൻ്റെ അമ്മേ, സത്യമായിട്ടും അങ്ങനെയൊന്നുമല്ല. എനിക്കറിയില്ല. അവനിപ്പോൾ ഞാൻ വിളിക്കാറ് പോലുമില്ല. ഈ സമയം പത്മിനി പറയണേ, ദേ ഉർവശി, നിൻ്റെ മോനും നിൻ്റെ ഭർത്താവും കൂടി ചേർന്ന് കൂട്ടിയ പ്രവൃത്തികളൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ നിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ലാത്തതാണ്. നിന്നെ ഒരിക്കൽ അടിച്ചിറക്കിയതുമാണ്. എന്നിട്ടും പാവം തോന്നിയാ തിരികെ ഇങ്ങോട്ടേക്ക് വിളിച്ച് കയറ്റിയത്. ഇനിയും നീ നിൻ്റെ മകൻ്റെ ഒപ്പമൊക്കെ നിന്ന് ഈ കുടുംബത്തിനെതിരെ എന്തെങ്കിലും വൃത്തികെട്ട കളികൾ കളിക്കാമെന്നാണ് ഉദ്ദേശമെങ്കിലുണ്ടല്ലോ പിന്നീട് ഞങ്ങൾക്കൊരു ചിന്തയുണ്ടാവില്ല. ആ നിമിഷം രണ്ടിനെയും പുറത്താക്കും. അതിലിനി ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ സമയം രാധിക പറയുന്നുണ്ട്, ചെറിയമ്മ സമയം കിട്ടുമ്പോൾ മോനെ ഇടയ്ക്ക് വിളിച്ച് ഉപദേശിച്ച് നോക്ക്. ഇനി അവൻ്റെ ഭാഗത്തു നിന്നും വരുന്നതിനെതിരെ എന്തെങ്കിലും മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ മറ്റോ ഉണ്ടായെന്ന് അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ വെറുതെ ഇരിക്കില്ല ഞാൻ. അവനെയും വെറുതെ വിടാൻ പോകുന്നില്ല. അവനെ സഹായിക്കുന്നത് രീതിയിലുള്ള പ്രവൃത്തികൾ ഇവിടെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവർക്ക് പിന്നെ ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. ഈ സമയം കൽപ്പന പറയണേ, ഞാനായിട്ടിപ്പോൾ ആരോട് ഒരു ബന്ധം വെക്കാനോ ഫോണിൽ വിളിക്കാനോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ വെറുതെ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ സമയം ഉർവശിയും പറയുന്നുണ്ട്, അമ്മേ ഏട്ടത്തി ഒരു തവണ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി വിട്ടതാ എന്നെ. അന്ന് ഞാൻ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഗൗതത്തിനെ വിളിക്കുകയോ അവൻ്റെ ഒപ്പം നിന്ന് ഒരു കാര്യം കൂടെ ആസൂത്രണം ചെയ്യുകയോ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമോ. എനിക്കിനി തെരുവിൽ തെണ്ടിത്തിരിയാൻ വയ്യ. എനിക്ക് ഈ കുടുംബത്തിൽ തന്നെ നിന്നാൽ മതി. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായോ കൊള്ളാം. എന്നാൽ ശരി, പൊക്കോ. അങ്ങനെ അവർ രണ്ടാളും റൂമിലേക്ക് കയറി പോകുവാണ്. ഈ സമയം വരുൺ ചോദിക്കണേ, അല്ല മുത്തശ്ശി, നിങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് ഇവർ മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും അവർ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കും ബോധ്യമുണ്ടെന്ന് അവരൊന്ന് അറിയിച്ചു കൊടുക്കാമല്ലോ. അതിനുവേണ്ടി ഒന്ന് വിളിച്ച് സംസാരിച്ചെന്നേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും കൂടി ദേഷ്യത്തിൽ റൂമിലെത്തുവാണ് കേട്ടോ. എന്നിട്ട് ഗൗതത്തിനെ ഫോണിൽ വിളിക്കുക. ഈ സമയം ഗൗതം ഫോൺ എടുക്കുക. അതെ, ഇന്നലെ നീ ഒക്കെ കൂടി ഉണ്ടാക്കിയ പ്രശ്നമുണ്ടല്ലോ, അതിൻ്റെ പേര് ഞങ്ങളിപ്പോൾ ചോദ്യം ചെയ്തതേ ഉള്ളൂ. നേരം ഗൗതം പറയണേ, പ്രിയങ്കേനെ സുകുമാരി അമ്മയും അവിടെ തിരിച്ചു കയറ്റാനായിട്ട് ഞങ്ങൾ ഇന്നലൊരു കളി കളിച്ച് നോക്കിയതാ. പക്ഷേ അത് ചീറ്റിപ്പോയി. എടാ മോനെ, എങ്ങനെയെങ്കിലും അവരിവിടെ തിരികെ എത്തിക്കാൻ പറ്റുമോ? ആ സുകുമാരിയമ്മയും പ്രിയങ്ക ഇവിടെ ഉണ്ടായപ്പോൾ ഒറ്റൊന്നിനും വാബുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാം തല താഴ്ത്തി നിൽക്കുമായിരുന്നു നാണക്കെട് കാരണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവർ പോയതിനു ശേഷം എല്ലാം അങ്ങ് പത്തി വിടർത്തി തുടങ്ങി. അവരെങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് തിരിച്ചെത്തിച്ചാൽ മതിയായിരുന്നു. അതിന് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അമ്മ വിഷമിക്കാതിരിക്കുക. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? അവരവിടെ തിരികെ എത്തണോ അല്ലേ? അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനും CI സാറും ചേർന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അമ്മ നോക്കിക്കോ. അധികം വൈകാതെ തന്നെ പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും അവിടെ തിരിച്ചെത്തിയിരിക്കും. അത് പണ്ടത്തെ പോലെയൊന്നുമല്ല, സർവ്വ അധികാരത്തോടെ കൂടെ തന്നെയായിരിക്കും. ഇതൊക്കെ സത്യമാണോ? ഇത് വല്ലതും നടക്കുമോ ഗൗതം? അമ്മേ, ഇനി അവർ രണ്ടാളും കടമംഗലത്തെത്തിയതിനു ശേഷം അമ്മ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ ഗൗതം ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ഉർവശി സന്തോഷത്തോടെ ഈ കാര്യം കൽപ്പന അറിയിക്കുക. കൽപ്പനെ, പ്രിയങ്കയും സുകുമാരിയമ്മയും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുമെന്ന് ഗൗതം എന്നോട് പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, പണ്ടത്തെ പോലെയുള്ള സാധാവരവൊന്നുമല്ല. എന്തോ അധികാരത്തോടു കൂടി തന്നെയാണ് അവരിങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ ദിവസവും അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അവരിവിടെ തിരിച്ചെത്തിയാൽ എല്ലാത്തിൻ്റെയും പത്തിയൊന്ന് താഴെയുള്ളൂ. പിന്നീട് കാണിക്കുന്നത് ദേവൻ്റെ അരികിലേക്ക് ചായമായിട്ട് വരുന്ന യശോദേനെയാണ്. ഈ സമയം ദേവൻ ചോദിക്കുന്നുണ്ട്, അമ്മ വല്ല പ്രശ്നം മറ്റോ ഉണ്ടാക്കിയോ? ഇല്ല, നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അധികം ശല്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കോട്ടോ റൂമിൽ നിന്നും സുകുമാരിയമ്മയുടെ കരച്ചിൽ കേൾക്കുന്നത്. അയ്യോ മോളെ, ദേവ ഓടി വാടാ, അവൾ നമ്മളെ ചതിച്ചു. മോളെ, നീ എന്നാലും ഇങ്ങനൊരു ചതി ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിക്കുവാണ്. അങ്ങനെ ബഹളമൊക്കെ കേട്ട് അവർ ജനാലിൻ്റെ ഇട വന്ന് നോക്കുമ്പോൾ കാണുന്നത് പ്രിയങ്ക ഫാനിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. ഈ സമയം പ്രിയങ്കയുടെ കാലിലിങ്ങനെ പിടിച്ച മുത്തശ്ശിയും കരയുന്നുണ്ടാവും. ദേവ നോക്കടാ, അവൾ നമ്മളെ വിട്ട് പോയടാ, അവൾ നമ്മളോട് ഈ ചതി ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത കരച്ചിലാണ് കേട്ടോ. അങ്ങനെ അത് കണ്ട് ഭയന്ന ദേവന് യശോദേ വേഗത്തിനെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുവാണ്. മോളെ എന്നും പറഞ്ഞ് പ്രിയങ്കയുടെ കാലിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴും പ്രിയങ്ക വേഗം തന്നെ ആ കഴുത്തിലെ കുടുക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് പ്രിയങ്കയും മുത്തശ്ശിയും താഴത്തേക്ക് ഇറങ്ങുവാണ്. എടാ, നീയൊക്കെ എന്താടാ വിചാരിച്ചത്? നിനക്കൊക്കെ ഞങ്ങളെ അങ്ങ് പൂട്ടിയിടാമെന്ന് തോന്നിയോ? നടക്കില്ല. ഞങ്ങൾ വിചാരിച്ചാലേ അത് നടത്തിയെടുക്കാൻ ഈ സുകുമാരിക്ക് നല്ല പോലെ അറിയാം. ഞങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നും അറിയാം. നിന്നെ കൊണ്ടൊന്നും ഞങ്ങൾ പിടിപ്പിച്ച് നിർത്താൻ പറ്റില്ലടാ. വാ മോളെ. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം ദേവനും യശോദയും കൂടി അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം പ്രിയങ്ക ദേവനെ തള്ളിയിടുവാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയും കൂടി അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈ സമയം ദേവനെ യശോദേനെയും ആ റൂമിൽ പൂട്ടിയിടുവാണ് മുത്തശ്ശി. നീ ഇന്നലെ ഞങ്ങളെ പൂട്ടിയിട്ടതല്ലേ, ഇനി കുറച്ചു നേരം രണ്ടും കൂടി ഈ റൂമിൽ തന്നെ കിടക്കും. വാ മോളെ, നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ദേവനും യശോദയും ബാക്കിലെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അവരെവിടെ പോയി?
എന്നാലും വല്ലാത്ത ചതിയായി പോയല്ലോ. അമ്മ ഇങ്ങനൊരു പ്ലാൻ ഇറങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. യശോദേ, ഞാനെന്താണെങ്കിലും ആ ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. കാര്യമില്ല ദേവേട്ട, അവർ എപ്പോഴേ പോയി കാണും. ആയിക്കോട്ടെ, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അമ്മയെങ്ങാനും തിരിച്ച് കണിമംഗലത്തെത്തിയാൽ പിന്നെ പറയണ്ട എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. അങ്ങനെ പറഞ്ഞ ദേവൻ അവരെ അന്വേഷിച്ച് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും കൂടി ഉമ്മറത്ത് തന്നെ വന്ന് നിൽക്കുക. പക്ഷേ ആരെയും കാണുന്നില്ലല്ലോ. ചെറിയമ്മേ, കുറേ നേരം ഇവിടെ നിൽക്കുന്നു. വെയിറ്റ് ചെയ്യുന്നേ, ഉടനെ ആരെങ്കിലും വരും. അവനെ അത്ര കുറപ്പോടെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെ കാത്തു നിൽക്കുമ്പോഴായിരിക്കോട്ടെ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കാണുന്നത്. അത് കാണുന്നതും രണ്ടുപേർക്കും സന്തോഷമാകണേ. ദേ ചെറിയമേ, പോലീസ് ജീപ്പ്. അങ്ങനെ ജീപ്പിൽ നിന്നും CI മോഹൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. അന്നേരം ഉർവശിയും കൽപ്പനയും അകത്തേക്ക് വിളിക്കുവാണ് കേട്ടോ. ഏട്ടാ, അമ്മേ, ഏട്ടത്തി ഒന്ന് ഓടി വന്നേ, ദേ പോലീസ് വന്നിരിക്കുന്നു. അങ്ങനെ വരുണൻ രാധികയും സൂര്യയൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവും. ഈ സമയം CI അവരുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞ്, ഞാൻ തിരിച്ച് റീജോയിൻ ചെയ്തു. അത് കേൾക്കുന്നതും വരുൺ ചോദിക്കണേ, ഓ സാറ് റീജോയിൻ ചെയ്തോ? അത് പറയാനാണോ സാർ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ സമയം CI പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ചില കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് തീർക്കണ്ടേ? അന്നേരം രാധിക ചോദിക്കണേ, ഓ കണക്ക് തീർക്കാനാണോ സാർ ഇങ്ങോട്ട് വന്നത്? അല്ല, സാറിന് സസ്പെൻഷന് കിട്ടിയത് വരുൺ കാരണമൊന്നുമല്ലല്ലോ, സാറ് ചെയ്തു കൂട്ടിയ ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെയല്ലേ. പിന്നെ ഇന്നലെ വരുണിൻ്റെ ദേഹത്തേക്ക് സാറ് കൈവെക്കാൻ തുടങ്ങിയപ്പോൾ സാറിൻ്റെ ദേഹത്തേക്ക് ആക്കിക്കുപ്പായില്ലായിരുന്നു. അങ്ങനെയുള്ള സാറിന് എൻ്റെ വരുണിൻ്റെ ദേഹത്ത് കൈവെക്കാൻ ഒരധികാരവും അവകാശവും ഇല്ല. ഇനി കഴിഞ്ഞതെല്ലാം മനസ്സിൽ വെച്ച് പക വീട്ടാനാണ് സാറിൻ്റെ ഉദ്ദേശമെങ്കിലേ നമുക്ക് നോക്കാം. അതേക്കുന്നതും CI പറയണേ, ഓ നിൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല അല്ലേടി? ഇവനെ മാത്രമല്ല നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതേക്കുന്നതും സൂര്യ പറയണേ, സാറെന്താ തിരിച്ച് യൂണിഫോം കിട്ടിയ സന്തോഷത്തിൽ ഇവിടെ വന്ന് ഷോ ഇറക്കാൻ വന്നതാണോ? സാറ് തിരിച്ച് സർവീസിൽ കയറിയെങ്കിൽ അത് സാറിന് സന്തോഷിക്കാനുള്ള വകയാണ്. അതിൻ്റെ പേരിൽ ഇവിടെ പ്രകടനം കാഴ്ചവെക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം CI സൂര്യയോട് പറയണേ, എടാ ഞാൻ എവിടെ പ്രകടനം കാഴ്ചവെക്കണം, എവിടെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാം കേട്ടോ. പിന്നെ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുമുണ്ട്. അതൊക്കെ നിനക്ക് അധികം വൈകാതെ തന്നെ ബോധ്യപ്പെടും. ഈ സമയത്ത് പരമേശ്വരൻ്റെ മുത്തശ്ശനും പത്മിനിയൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. എന്താ എന്താ ഇവിടെ? അന്നേരം CI പരമേശ്വരൻ്റെ അരികിലേക്ക് ചെല്ലുക. ആ നിങ്ങളല്ലേ ഇവിടുത്തെ കുടുംബനാഥൻ? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഈ കുടുംബത്തിലുള്ളവരെക്കുറിച്ചും ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് മറ്റാരുടെ അല്ല, പ്രിയങ്കയുടെ കംപ്ലൈൻറ്റാണ്. അങ്ങനെ അത് കേൾക്കുന്നതും ഞെട്ടലോട് കൂടി നിൽക്കുന്ന ആ കണിമംഗലത്തെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്